സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓസിലേറ്റേഴ്സിനെ പറ്റിയാണ്. നിങ്ങൾക്ക് തേർഡ് മൊഡ്യൂളിൽ വരുന്ന പോർഷനാണ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. അന്നേരം ഓസിലേറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ കുറച്ച് ഓസിലേറ്റേഴ്സിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ എന്ന് പറയുന്ന ടോപ്പിക്ക് ഫസ്റ്റ് ഇയറിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കുറച്ച് ഓസിലേറ്റേഴ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് ഓസിലേറ്റർ? വാട്ട് ഈസ് ആൻ ഓസിലേറ്റർ? ഓസിലേറ്റർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് that converts DC power from the supply into AC power in the load. അന്നേരം ഓസിലേറ്റർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അത് സപ്ലൈയിലുള്ള DC പവറിനെ, നമ്മൾ കൊടുക്കുന്ന DC ഇൻപുട്ടിനെ AC പവറായിട്ട്, AC ഔട്ട്പുട്ടായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. അന്നേരം ഓസിലേറ്ററിനകത്ത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഇൻപുട്ട് ഒന്നും കൊടുക്കുന്നില്ല. അന്നേരം ഇൻപുട്ട് ഒന്നും കൊടുക്കാതെ ഒരു ഔട്ട്പുട്ട് വേവ് ഫോം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഓസിലേറ്ററിന് ആകെ കൊടുക്കുന്നത് നമ്മൾ DC പവർ സപ്ലൈയിൽ നിന്നുള്ള DC പവർ മാത്രമേ നമ്മൾ ഒരു ഓസിലേറ്ററിന് കൊടുക്കുന്നുള്ളൂ. സോ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഓസിലേറ്റർ, ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് കൺവേർട്ട് DC പവർ ഫ്രം ദ സപ്ലൈ ഇൻറ്റു AC പവർ ഇൻ ദ ലോഡ്. ഇനി നമുക്ക് ഓസിലേറ്റേഴ്സിനെ പലതായി നമുക്ക് തിരിക്കാം. എന്ന് വെച്ചാൽ പല ടൈപ്സ് ഓസിലേറ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദി പ്രിൻസിപ്പിൾ ഇൻവോൾവ്. ഓസിലേറ്ററിൽ ഏത് പ്രിൻസിപ്പിളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്താണ് നമുക്ക് ആദ്യം ക്ലാസിഫൈ ചെയ്യാം. പോസിറ്റീവ് ഫീഡ്ബാക്ക് ഓസിലേറ്റർ എന്നും നെഗറ്റീവ് റെസിസ്റ്റൻസ് എഫക്റ്റ് ഓസിലേറ്റർ എന്നും. നെഗറ്റീവ് റെസിസ്റ്റൻസ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഓസിലേറ്റർ എന്ന് പറയുന്നതിന് എക്സാമ്പിളാണ് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററും, പിന്നെ അതേപോലെ നമ്മൾ ഇന്ന് പഠിക്കുന്ന വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ, അതേപോലെ ഹാർഡ്ലി ഓസിലേറ്റർ, ഇതെല്ലാം പോസിറ്റീവ് ഫീഡ്ബാക്ക് ഓസിലേറ്റേഴ്സിന് എക്സാമ്പിളാണ്. നെഗറ്റീവ് റെസിസ്റ്റൻസ് എഫക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഓസിലേറ്ററിന് എക്സാമ്പിളാണ് UJT റിലാക്സേഷൻ ഓസിലേറ്റർ. UJTയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അന്നേരം അതിൽ ആ നെഗറ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന, നമ്മൾ അതിൻ്റെ VIK പഠിക്കുമ്പോഴത്തേക്കും നെഗറ്റീവ് റെസിസ്റ്റൻസ് എഫക്റ്റും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അന്നേരം അത് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഓസിലേറ്റർ ആണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് ഓസിലേറ്റർ. അന്നേരം നമുക്ക് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ട് വി ക്യാൻ ക്ലാസിഫൈ ഓസിലേറ്റർ ഇൻറ്റു പോസിറ്റീവ് ഫീഡ്ബാക്ക് ഓസിലേറ്റർ ആൻഡ് നെഗറ്റീവ് റെസിസ്റ്റൻസ് ഓസിലേറ്റർ. ഇനി ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് വേവ് ഫോം പ്രൊഡ്യൂസ്ഡ്, നമ്മൾ ഇതിനകത്ത് ഏത് വേവ് ഫോം ആണ് നമുക്ക് ഔട്ട്പുട്ടിൽ തരേണ്ടത്? ഓസിലേറ്റർ എന്താണ്? ഓസിലേറ്റർ is a device that is used to convert DC power from the supply into AC power in the load. അല്ലെ, DC യെ AC ആക്കി മാറ്റുന്ന ഡിവൈസ് ആണ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. അന്നേരം ഈ AC എന്ന് പറയുന്നത് പല വേവ് ആവാം. AC എന്ന് വെച്ചാൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നേയുള്ള മീനിങ് അല്ലേ. അത് പല വേവ് ഫോമിലാവാം. സൈനസോയിഡൽ ആവാം, അല്ലെങ്കിൽ സൈനസോയിഡൽ അല്ലാതെയുള്ള വേവ് ഫോംസും ആവാം. എന്ന് വെച്ചാൽ സ്ക്വയർ വേവ്സ് ഒക്കെ ആവാം. അന്നേരം നമുക്ക് വേവ് ഫോം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് വി ക്യാൻ ക്ലാസിഫൈ ഓസിലേറ്റേഴ്സ് ഇൻറ്റു 2 ഡിഫറെൻറ്റ് കാറ്റഗറീസ്: സൈനസോയിഡൽ ഓസിലേറ്റേഴ്സ് ആൻഡ് റിലാക്സേഷൻ ഓസിലേറ്റർ. റിലാക്സേഷൻ ഓസിലേറ്റർ എന്ന് വെച്ചാൽ ഓസിലേറ്റർ വിച്ച് പ്രൊഡ്യൂസ് അതർ ദാൻ സൈനസോയിഡൽ വേവ് ഫോംസ്. സൈനസോയിഡൽ വേവ് ഫോംസ് അല്ലാതെയുള്ള സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്ന ഓസിലേറ്റേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? റിലാക്സേഷൻ ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ഫീഡ്ബാക്ക് യൂസ്ഡ്. ഓസിലേറ്ററിൽ ഏത് ഫീഡ്ബാക്ക് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് വി ക്യാൻ ക്ലാസിഫൈ ഓസിലേറ്റേഴ്സ് ഇൻറ്റു RC ഓസിലേറ്റർ ആൻഡ് LC ഓസിലേറ്റർ. RC ഓസിലേറ്റർ എന്ന് വെച്ചാൽ അതിനകത്ത് ഫീഡ്ബാക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത്, ഓസിലേറ്റർ സർക്യൂട്ടിൽ ആ ഫീഡ്ബാക്കിൽ യൂസ് ചെയ്തിരിക്കുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് റെസിസ്റ്ററും കപ്പാസിറ്റേഴ്സും മാത്രമേ ഉള്ളൂ. അതേസമയം LC ഓസിലേറ്റേഴ്സിൽ വി ആർ യൂസിങ് ഇൻഡക്ടേഴ്സ് ആൻഡ് കപ്പാസിറ്റേഴ്സ്. ഇൻഡക്ടറും കപ്പാസിറ്ററും ആയിരിക്കും ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്നത്. അന്നേരം ബേസ്ഡ് ഓൺ ഫീഡ്ബാക്ക് വി ക്യാൻ ക്ലാസിഫൈ ഇറ്റ് ഇൻറ്റു RC ഓസിലേറ്റർ ആൻഡ് LC ഓസിലേറ്റർ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ഫ്രീക്വൻസി ഓഫ് ഔട്ട്പുട്ട് സിഗ്നൽ. ഫ്രീക്വൻസി ഓഫ് ഔട്ട്പുട്ട് സിഗ്നലിനെ ബേസ് ചെയ്തിട്ട് പല ഫ്രീക്വൻസിയിൽ നമുക്ക് ഓസിലേഷൻസ് ജനറേറ്റ് ചെയ്യാം. ബേസ്ഡ് ഓൺ ദാറ്റ് വി ക്യാൻ ക്ലാസിഫൈ ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ അല്ലെങ്കിൽ AF ഓസിലേറ്റർ വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് വേവ് ഫോംസ് സിഗ്നൽസ് അപ് ടു 20 kHz. 20 kHz വരെ ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്ന ഓസിലേറ്റർ സർക്യൂട്ടിനെ നമുക്ക് AF അല്ലെങ്കിൽ ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ എന്ന് വിളിക്കാം. റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ എന്നും ക്ലാസിഫൈ ചെയ്യാം. റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ് ടു 30 MHz, കുറച്ചുകൂടെ
കൂടിയ ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്ന ഓസിലേറ്റേഴ്സ്. എന്ന് വെച്ചാൽ 30 MHz വരെയുള്ള ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നതിനെ റേഡിയോ ഫ്രീക്വൻസി എന്ന് വിളിക്കാം. വെരി ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ് അപ് ടു 300 MHz ആൻഡ് ultra high frequency oscillator which can produce oscillations up to 3 GHz വരെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് അൾട്രാ ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ എന്ന് പറയുന്നത്. അതിന് പറയുന്ന വേറൊരു പേരാണ് മൈക്രോവേവ് ഓസിലേറ്റേഴ്സ് എന്നും അൾട്രാ ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സിനെ വിളിക്കാം. ദിസ് ഈസ് ദി ബേസിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ആൻ ഓസിലേറ്റർ. അന്നേരം വാട്ട് ഈസ് ആൻ ഓസിലേറ്റർ എന്ന് പഠിച്ചു. വാട്ട് ആർ ദി ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഓസിലേറ്റേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അന്നേരം ഓസിലേറ്റർ ഇത്രയേ ഉള്ളൂ. ഓസിലേറ്റർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് which convert DC power from the supply into AC power in the load. അത്രയും അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓസിലേറ്റർ എന്ന് പറയുന്നത്. Based on that we can classify oscillators into different types according to the principle involved, according to the type of waveform produced, based on the feedback, which feedback we are using, which circuit are used in the feedback network, based on the frequency of the output signal. So this is the classification of an oscillator. Next is feedback oscillators. Feedback oscillator നമ്മൾ പറഞ്ഞു. അന്നേരം ദിസ് ഇസ് ദി ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ആൻ ഓസിലേറ്റർ. ഇതൊരു ഓസിലേറ്ററിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ്. സോ ഒരു ഓസിലേറ്ററിനകത്ത് മെയിനായിട്ടും 2 പാർട്സ് ആണുള്ളത്. ഒരു ആംപ്ലിഫയർ പാർട്ടും കാണും, ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്കും കാണും. ഒരു ആംപ്ലിഫയർ പാർട്ടും കാണും, ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്കും കാണും. ആംപ്ലിഫയർ പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കോമൺ എമിറ്റർ ആംപ്ലിഫയർ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കോമൺ എമിറ്റർ RC കപ്പിൾഡ് ആംപ്ലിഫയർ അല്ലെങ്കിൽ കോമൺ എമിറ്റർ ആംപ്ലിഫയർ നമ്മൾ പഠിച്ചു. അന്നേരം ആ കോമൺ എമിറ്റർ ആംപ്ലിഫയർ തന്നെയാണ് ആംപ്ലിഫയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ദാറ്റ് മേ കൺസിസ്റ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഓർ കപ്പാസിറ്റേഴ്സ്, റെസിസ്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ് ഓർ LC സർക്യൂട്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫീഡ്ബാക്കിനെ ബേസ് ചെയ്തിട്ട് വി ക്യാൻ ക്ലാസിഫൈ ഇൻറ്റു RC ഓസിലേറ്റർ ആൻഡ് LC ഓസിലേറ്റർ. എന്ന് വെച്ചാൽ ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത് റെസിസ്റ്ററും കപ്പാസിറ്ററും ആണെങ്കിൽ RC ഓസിലേറ്റർ എന്നും, ഇൻഡക്ടറും കപ്പാസിറ്ററും ആണെങ്കിൽ LC ഓസിലേറ്റർ എന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞു. അന്നേരം നമ്മൾ ഒരു ഓസിലേറ്ററിന്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ഇതാണ്. ഓസിലേറ്ററിനകത്ത് ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ ഒരു സ്ട്രക്ചർ കാണും, ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ കാണും, പിന്നെ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്കും കാണും. ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ ഒന്നെങ്കിൽ RC നെറ്റ്വർക്ക് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ LC നെറ്റ്വർക്ക് ആയിരിക്കും നമ്മൾ ഫീഡ്ബാക്ക് പാത്തിൽ യൂസ് ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ RC ഓസിലേറ്റർ എന്നും LC ഓസിലേറ്റർ എന്നും നമ്മൾ 2 ആയിട്ടൊക്കെ ക്ലാസിഫൈ ചെയ്തു. ഇനി നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ബാർഖൂസൻ ക്രൈറ്റീരിയ ഫോർ ഓസിലേഷൻ. ബാർഖൂസൻ ക്രൈറ്റീരിയ ഫോർ ഓസിലേഷൻ എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ കേട്ടിട്ടുണ്ട്. അന്നേരം വാട്ട് ഈസ് ബാർഖൂസൻ ക്രൈറ്റീരിയ ഫോർ ഓസിലേഷൻ? ബാർഖൂസൻ ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്യൂട്ട് ഓസിലേറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ സാറ്റിസ്ഫൈ സർട്ടൺ കണ്ടീഷൻസ്. ആ സർക്യൂട്ട് കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ വി ക്യാൻ വർക്ക് ഇറ്റ് ആസ് ആൻ ഓസിലേറ്റർ. നമുക്ക് അതിനെ ഒരു ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റൂ. സോ ദാറ്റ് കണ്ടീഷൻസ് ആർ ജനറലി കോൾഡ് ബാർഖൂസൻ ക്രൈറ്റീരിയ. ആ കണ്ടീഷൻസിന് പറയുന്ന പേരാണ് ബാർഖൂസൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അന്നേരം ഈ ബാർഖൂസൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു സർക്യൂട്ട് ഓസിലേറ്റ് ചെയ്യൂ. ഇഫ് ദാറ്റ് സർക്യൂട്ട് വിൽ നോട്ട് ഒബേ ബാർഖൂസൻ ക്രൈറ്റീരിയ, ദാറ്റ് മേ നോട്ട് വർക്ക് ആസ് ആൻ ഓസിലേറ്റർ. അതൊരു ഓസിലേറ്റർ ആയിട്ട്, ഒരു പെർഫെക്റ്റ് ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യത്തില്ല. അന്നേരം ബാർഖൂസൻ ക്രൈറ്റീരിയ എന്താണ്? ബാർഖൂസൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മെയിൻലി ദർ ആർ 2 കണ്ടീഷൻസ് ഇൻ ബാർഖൂസൻ ക്രൈറ്റീരിയ. ബാർഖൂസൻ ക്രൈറ്റീരിയയിൽ മെയിനായിട്ട് 2 കണ്ടീഷൻസ് ഉണ്ട്. First condition is A beta is equal to 1. Modulus of A beta. Modulus of A beta is equal to 1. Second condition is angle of A beta. ഇത് ബീറ്റ എന്ന് എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പം A beta എന്ന് പറയുന്നതായിരിക്കും. Angle of A beta is equal to 2πn. 2πn അല്ലെങ്കിൽ ഈ പൈ എന്ന് പറയുന്ന 180 ഡിഗ്രി ആണ്. അന്നേരം 2π ഇൻറ്റു ഒന്നെങ്കിൽ 0 ആവാം, എന്നിന്റെ വാല്യൂ 0, 1, 2 എക്സെട്ര ആവാം. അന്നേരം 0 ഇട്ട് കഴിഞ്ഞാൽ 0 ആംഗിൾ ഓഫ് എ ബീറ്റ എന്ന് പറയുന്ന 0 ആവാം, അല്ലെങ്കിൽ 360 ഡിഗ്രി ആവാം, അങ്ങനെ പോകും. അന്നേരം ആംഗിൾ ഓഫ് എ ബീറ്റ 2πn മോഡുലസ് ഓഫ് എ ബീറ്റ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ മാത്രമേ ഒരു സർക്യൂട്ട് പെർഫെക്റ്റ് ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും.
അതർവൈസ് ദാറ്റ് സർക്യൂട്ട് വിൽ നോട്ട് വർക്ക് ആസ് ആൻ ഓസിലേറ്റർ. അന്നേരം ഈ എ എന്താണ് ബീറ്റ എന്താണെന്ന് ഡൗട്ട് വരാം. അന്നേരം എ എന്ന് പറയുന്നത് ആംപ്ലിഫയറിന്റെ ഗെയിൻ ആണ്. അന്നേരം ആംപ്ലിഫയറിന്റെ ഗെയിൻ ആണ് എ. കണ്ടോ? അന്നേരം ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്ന് വെച്ചാൽ എന്താണ്? ഗെയിൻ എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് അല്ലേ? ഗെയിൻ എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എന്ന് വെച്ചാൽ ഈ വരുന്ന ഇൻപുട്ടിനെ നമ്മളൊരു 1 വോൾട്ട് കൊടുത്തു, ആംപ്ലിഫയർ നമുക്ക് 10 വോൾട്ട് ഔട്ട്പുട്ട് തരുന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. എന്ന് വെച്ചാൽ ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ടിൽ കൊടുക്കുന്ന 1 വോൾട്ടിനെ ആംപ്ലിഫയർ എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്ന് പറയുന്ന 10ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് 10 വോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതിന് ദാറ്റ് ഈസ് കോൾഡ് ദ ഗെയിൻ ഓഫ് ആൻ ആംപ്ലിഫയർ അല്ലേ? അന്നേരം അതിനെയാണ് ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്ന് പറയുന്നത്. ഇനി ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ബീറ്റ വെച്ചിട്ടാണ്. അന്നേരം ബീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ഔട്ട്പുട്ടിനെ ഫീഡ്ബാക്കിന് ഇൻപുട്ടായിട്ട്, ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന് ഇൻപുട്ടായിട്ട് വരുന്ന ഏതാണ്? ഔട്ട്പുട്ടാണ്. ഈ ഔട്ട്പുട്ടിനെ, ഈ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടാണ് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന് ഇൻപുട്ടായിട്ട് വരുന്നത്. അതിനെ സെർട്ടൺ ഗെയിൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് തിരിച്ച് ആംപ്ലിഫയറിന് കൊടുക്കുന്നു. ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അന്നേരം ഒന്ന് സപ്പോസ് ചെയ്യാം, നമ്മളിവിടെ 1 വോൾട്ട് കൊടുത്തു, ആംപ്ലിഫയർ നമുക്ക് 10 വോൾട്ട് തന്നു. പിന്നെയും ഇവിടെ എപ്പോഴും എന്ത് കൊടുത്തോണ്ടിരിക്കണം? 1 വോൾട്ട് കൊടുത്താൽ മാത്രമല്ലേ 10 വോൾട്ടിലുള്ള സസ്റ്റെയിൻഡ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ എപ്പോഴും നിലനിൽക്കുന്നതായിട്ടുള്ള സൈൻ വേവ് കിട്ടും അല്ലേ? നമ്മള് 1 വോൾട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് എപ്പോഴും ഇവിടെ 10 വോൾട്ട് കിട്ടുന്ന ആ ഒരു സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ആ ഒരു ഓസിലേഷൻസ് നമുക്ക് കിട്ടും. ഒരു സെക്കൻഡ്. നോക്കൂ, നമുക്ക് കിട്ടേണ്ടത്, എപ്പോഴും കിട്ടേണ്ടത് എന്താണ്? ഇതേപോലെയുള്ള സസ്റ്റെയിൻഡ് ആയിട്ട് നിൽക്കുന്ന ഓസിലേഷൻസ് ആണ് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടേണ്ടത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ കൊടുക്കുന്നത് 1 വോൾട്ട് സിഗ്നൽ ആയിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്. എപ്പോഴും നമുക്ക് ഔട്ട്പുട്ടിൽ വരേണ്ടത് എത്രയായിരിക്കണം? 10 വോൾട്ട് സിഗ്നൽ ആയിരിക്കണം നമുക്ക് ഔട്ട്പുട്ടിൽ വരേണ്ടത്. അന്നേരം നമ്മളിവിടെ 1 വോൾട്ട് കൊടുക്കുന്നു, ആംപ്ലിഫയറിന്റെ ഗെയിൻ 10 ആണെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ 10 വോൾട്ട് കിട്ടി. ഇനി പിന്നെയും ഇവിടെ വരുന്നത് എത്ര തന്നെ ആയിരിക്കണം? 1 വോൾട്ട് തന്നെ ആയിരിക്കണം. ഇവിടെ 10 വന്നു, നമ്മൾ ഇവിടെ ഗെയിൻ കൊണ്ടൊന്നും മൾട്ടിപ്ലൈ ചെയ്യാതെ ഇവിടെയും തിരിച്ച് 10 കൊടുത്തു കഴിഞ്ഞാൽ ഈ 10 × 10 ആവുമ്പോൾ പിന്നെ എത്രയായിരിക്കും? 100 വരുന്നത്. അന്നേരം ഓസിലേഷൻസ് പ്രോപ്പർ ആയിട്ട് പോകത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസിലേഷൻസ് എന്ന് പറയുന്നത് ആദ്യം ഇങ്ങനെ വന്നു, പിന്നെ ഇങ്ങനെ പോയി, ഈ ഒരു രീതിയിൽ ഇങ്ങനെ കയറി പോകും. അന്നേരം നമുക്ക് ഓസിലേറ്റർ പ്രൊഡ്യൂസ് ചെയ്യേണ്ട സൈൻ വേവ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? സസ്റ്റെയിൻഡ് ആയിട്ട് നമുക്ക് സൈൻ വേവ് കിട്ടണം. എന്ന് വെച്ചാൽ ഒരേപോലെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആയിട്ട് കിട്ടണം. അതുകൊണ്ടാണ് നമ്മൾ ഒരു കണ്ടീഷൻ ആംഗിൾ ഓഫ് മോഡുലസ് ഓഫ് എ ബീറ്റ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു 1 വോൾട്ട് കൊടുത്തു, നമുക്കിവിടെ 10 വോൾട്ട് കിട്ടി. അന്നേരം ഗെയിൻ 10, ഇവിടെ 1/10 ആണെങ്കിൽ ഈ 10 വോൾട്ട് ഇതിന് ഇൻപുട്ടായിട്ട് വരുമ്പോൾ അത് 1/10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വീണ്ടും എത്രയാവും? 1 ആവും. പിന്നെ ഇവിടെ വരുന്നത് എന്താണ്? 1 ആണ്. ഇവിടെ എത്ര ഔട്ട്പുട്ട് കിട്ടുന്നത്? 10 വോൾട്ട് ആണ്. അന്നേരം ഇഫ് എ സർക്യൂട്ട് വിൽ വർക്ക് ആസ് എ an oscillator, it should satisfy Barkhausen criteria. ആ ബാർഖുസൻ ക്രൈറ്റീരിയ ആണ് മോഡുലസ് ഓഫ് എ ബീറ്റ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആംഗിൾ ഓഫ് ബീറ്റ എ എന്ന് പറയുന്നത് 2πn ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇതിനകത്തുണ്ടാവുന്ന ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 360 ഡിഗ്രി, എന്ന് വെച്ചാൽ 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയിരിക്കണം. നമുക്കറിയാം മെയിനായിട്ടും ഒരു ആംപ്ലിഫയറിൽ നമ്മൾ ഇവിടെ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ് നമ്മൾ സാധാരണ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അന്നേരം കോമൺ എമിറ്റർ ആംപ്ലിഫയർ നമുക്ക് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരും. അന്നേരം 180 ഡിഗ്രി നമ്മളിവിടെ ഇൻപുട്ടിൽ ഇങ്ങനെ ഒരു AC സിഗ്നൽ നമ്മൾ കൊടുത്തു. ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്ന ഒരു AC സിഗ്നലാണ്, ഇതേപോലെ ഒരു AC സിഗ്നൽ നമ്മൾ ഇൻപുട്ടിൽ കൊടുത്തു. നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് ആംപ്ലിഫൈ ചെയ്തിട്ടുള്ള സിഗ്നലാണ്. കൂടാതെ അതിന് എത്ര ഡിഗ്രി ഫേസ് ഷിഫ്റ്റും വരും? 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റോട് കൂടിയായിരിക്കും കിട്ടുന്നത് അല്ലേ? പിന്നെ നമുക്ക് ഈ ഓസിലേഷൻസ് ഈ രീതിയിൽ തന്നെ ഇങ്ങനെ പോകണം. അന്നേരം നമുക്ക് ഇവിടെ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയില്ലെങ്കിൽ
എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇൻപുട്ട് കൊടുത്തു, നമുക്ക് കോമൺ എമിറ്റർ ആംപ്ലിഫയർ 180 ഡിഗ്രി ഔട്ട്പുട്ടിൽ തന്നു. ഈ 180 തന്നെ പിന്നെയും നമ്മൾ ഇൻപുട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത സിഗ്നൽ എന്ന് പറയുന്നത് നമ്മൾ ഈ 180 തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ സിഗ്നല് 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് ഈ സിഗ്നൽ ഇങ്ങനെ ഇരിക്കും. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഇങ്ങനെ ആ രീതിയിൽ പോകുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സൈനസോയിഡൽ സിഗ്നൽ നമുക്ക് കിട്ടത്തില്ല. അന്നേരം അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ആംഗിൾ ഓഫ് എ ബീറ്റ എന്ന് പറയുന്നത് 360 ഡിഗ്രിയെ ആക്കുന്നത്. സോ ആംപ്ലിഫയർ എന്ന് പറയുന്നത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്യും, ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എഗെയിൻ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് തന്നു. അങ്ങനെ നമുക്ക് ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 360 ഡിഗ്രി അല്ലെങ്കിൽ ഫേസ് ഷിഫ്റ്റ് ഒന്നും ഇല്ലാതെ ആക്കിയായിരിക്കും നമ്മൾ പിന്നെയും ഇതിന് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. Then only we will get sustained oscillations. അന്നേരം these are the two main conditions for an oscillator. ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള രണ്ട് മെയിൻ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഇത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. മോഡുലസ് ഓഫ് എ ബീറ്റ എന്ന് പറയുന്നത് <1 ആയി കഴിഞ്ഞാൽ it will cause the oscillations to damp. ഓസിലേഷന് ഡാമ്പ് ചെയ്ത് എന്ന് വെച്ചാൽ ഓസിലേഷൻസ് കുറഞ്ഞ് ഇല്ലാതാവുന്നതിന് കാരണമാവുന്നു. എ ബീറ്റ എന്ന് പറയുന്നത് <1 ആണെങ്കിൽ ഓസിലേഷൻസിന്റെ ആംപ്ലിറ്റ്യൂഡ് ക്രമാതീതമായി ഇൻക്രീസ് ചെയ്ത് പോകുന്നു. എ ബീറ്റ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് സസ്റ്റെയിൻഡ് ഓസിലേഷൻസ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സൈൻ വേവ് കിട്ടുന്നത്. പക്ഷേ നമ്മൾ ചില നോയ്സും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു സ്ലൈറ്റ്ലി <1 ആയിട്ടായിരിക്കും നമ്മൾ പ്രാക്ടിക്കൽ കേസിൽ നമ്മൾ എ ബീറ്റ സെറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദി ബേസിക് കൺസെപ്റ്റ് ഓഫ് ആൻ ഓസിലേറ്റർ. ഒരു ഓസിലേറ്ററിന്റെ ബേസിക് കൺസെപ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ RC ഓസിലേറ്റർ ആൻഡ് LC ഓസിലേറ്റർ. നമുക്ക് ഓസിലേറ്റേഴ്സിനെ ഫീഡ്ബാക്കിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ് RC ഓസിലേറ്റർ എന്നും LC ഓസിലേറ്റർ എന്നും. അങ്ങനെ RC ഓസിലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസിലേറ്ററിനകത്ത് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ വി ആർ യൂസിങ് റെസിസ്റ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റേഴ്സ്. റെസിസ്റ്ററും കപ്പാസിറ്ററുമാണ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് RC ഓസിലേറ്റർ ആണ്. ഇൻഡക്ടറും കപ്പാസിറ്ററുമാണ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ് LC ഓസിലേറ്റർ ആണ്. അന്നേരം ഈ RC ഓസിലേറ്റർ യൂസ് ചെയ്യുന്നത് ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ ആണ്. എന്ന് വെച്ചാൽ അത് ഒരു ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫിക്കേഷൻ ഒക്കെ നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? RC ഓസിലേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് RC ഓസിലേറ്റർ. ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓസിലേറ്റർ ആണ് LC ഓസിലേറ്റർ. LC ഓസിലേറ്റേഴ്സ് ഈസ് യൂസ്ഡ് ഫോർ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ. പിന്നെ അടുത്ത ഒരു പോയിന്റ് ആണ് RC ഓസിലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒപ്പാമ്പ്, നിങ്ങൾക്കിപ്പം ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 4th മൊഡ്യൂളിൽ ഓപ്പാമ്പ് പഠിക്കുന്നുണ്ട്. അന്നേരം നമുക്ക് RC ഓസിലേറ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് ഓപ്പാമ്പുമായിട്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഈസിലി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. റെസിസ്റ്ററും കപ്പാസിറ്ററും മാത്രം യൂസ് ചെയ്തിട്ടുള്ള സർക്യൂട്ടാണ്. അതേസമയം LC ഓസിലേറ്റർ നമ്മൾ ഓപ്പാമ്പുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. പിന്നെ RC ഓസിലേറ്ററിന് വൈഡ് ഫ്രീക്വൻസി റേഞ്ച് ആണ്. LC ഓസിലേറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡക്ടറും കപ്പാസിറ്ററും കൂടെ ചേർന്നിട്ടുള്ള ഒരു LC ടാങ്ക് സർക്യൂട്ടാണ്. അതുകൊണ്ട് ആ ടാങ്ക് സർക്യൂട്ടിന് ഒരു റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇറ്റ് കനോട്ട് ഗീവ് വൈഡ് ഫ്രീക്വൻസി റേഞ്ച്. അതുകൊണ്ട് അതൊരു വൈഡ് ഫ്രീക്വൻസി റേഞ്ച് നമുക്ക് തരികയില്ല. ഇനി അടുത്ത RC ഓസിലേറ്റർ എന്ന് പറയുന്നത് ഹൈലി സ്റ്റേബിൾ ആണ്. LC ഓസിലേറ്റർ എന്ന് പറയുന്നത് ലെസ് സ്റ്റേബിൾ ആണ്. ദീസ് ആർ ദി ബേസിക് ഡിഫറൻസ് ഓഫ് RC ഓസിലേറ്റർ ആൻഡ് LC ഓസിലേറ്റർ. ഓക്കെ, ഇനി നമ്മൾ ഈ LC ഓസിലേറ്റർ എന്തുകൊണ്ടാണ് ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷന് സ്യൂട്ടബിൾ അല്ലാത്തത് എന്നാണ് പറയാൻ പോകുന്നത്. വൈ LC ഓസിലേറ്റേഴ്സ് ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ. അന്നേരം LC ഓസിലേറ്ററിന്റെ കേസിൽ ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഈസ് F is equal to 1/2π√LC. ഫ്രീക്വൻസി ഓഫ് ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് വെച്ചാൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസിക്കുള്ള ഇക്വേഷൻ ആണ് F is equal to 1/2π√LC. അന്നേരം ലോ ഫ്രീക്വൻസി കിട്ടണമെങ്കിൽ നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യണം? അതിനകത്തുള്ള ഇൻഡക്ടേഴ്സിന്റെയും കപ്പാസിറ്റേഴ്സിന്റെയും വാല്യൂ ഇൻക്രീസ് ചെയ്യണം. ഇൻഡക്ടറിന്റെയും കപ്പാസിറ്ററിന്റെയും വാല്യൂസ് ഇൻക്രീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആ സർക്യൂട്ടിനെ ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഈ ഇൻഡക്ടറും കപ്പാസിറ്ററും ലാർജ് വാല്യൂയിലുള്ള ഇൻഡക്ടറും കപ്പാസിറ്റേഴ്സും നമുക്ക് അവൈലബിൾ അല്ല. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഇൻ ഗെറ്റിംഗ് ലാർജ് വാല്യൂസ് ഓഫ് ഇൻഡക്ടേഴ്സ് ആൻഡ് കപ്പാസിറ്റേഴ്സ്. സോ ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ. ഓക്കെ,
നെക്സ്റ്റ് വൈ ആർ സി സർക്യൂട്ട്, ഇതേപോലെ എൽ സി സർക്യൂട്ട് ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ ആർ സി സർക്യൂട്ട് ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷന് യൂസ് ചെയ്യുന്നില്ല. അന്നേരം ആർ സി സർക്യൂട്ട് എന്തുകൊണ്ട് ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ആൻഡ് സി അല്ലേ, ആർ സി സർക്യൂട്ടിൽ റെസിസ്റ്ററും കപ്പാസിറ്ററും ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഉള്ള ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു 1/2π ആർ സി ആണ്. അന്നേരം നമുക്ക് നോക്കേ, ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ ഫ്രീക്വൻസി കൂടണമെങ്കിൽ റെസിസ്റ്ററിന്റെയും കപ്പാസിറ്റേഴ്സിന്റെയും വാല്യൂ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കണം. റെസിസ്റ്ററിന്റെ മിനിമം വാല്യൂ നമ്മൾ ലാബിലൊക്കെ കണ്ടിട്ടുള്ളത് എത്ര, 1 ഓം അല്ലേ, 1 ഓമിന്റെ റെസിസ്റ്റർ വാല്യൂ ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. അന്നേരം റെസിസ്റ്റർ ലോ വാല്യൂലുള്ള റെസിസ്റ്റർ എന്ന് പറയുന്നത് അങ്ങനെ അവൈലബിൾ അല്ല അല്ലേ. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് കോമ്പാക്റ്റബിൾ ഫോർ എന്താണ് ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ അല്ലേ. The value of R and C required at high frequency is very low, which may become compatible to internal parameters of the transistor. Transistor in the internal parameters might compatible avayala. So we are not using RC for high frequency application. Then എൽ സി സർക്യൂട്ട് ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു, ആർ സി സർക്യൂട്ട് ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അത് ഹൈയും ലോയ്ക്കും ഹൈക്കും യൂസ് ചെയ്യാത്തത് എന്നുള്ള റീസൺ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്.